വരുന്ന പിള്ളേർക്ക് പോലും ജയൻ ഏതാ നസീർ സാർ ഏതാണെന്നും അറിയത്തില്ല. ഇനി കുറെ നാളെ കഴിയുമ്പോൾ ഇനി വരുന്ന പിള്ളേരൊക്കെ നമ്മളെ ഒരു 10 വർഷം കൂടെ കഴിയുമ്പോൾ ഇനി വരുന്ന പിള്ളേർ മമ്മൂട്ടി ഏതാ അല്ലെങ്കിൽ മോഹൻലാൽ ഏതാന്ന് വെച്ചാൽ അറിയത്തില്ല. നമ്മൾ ഈ വാടക കൊടുക്കുന്ന സമയത്ത് ഏറ്റവും കൂടിയിട്ടുള്ള ന്യൂഡൽഹിയാണ്. അനുഭവങ്ങൾ പാളിച്ചകൾ നമ്മുടെ മമ്മൂക്കാന്റെ ആദ്യത്തെ സിനിമയാണിത്. പിന്നെ അതുപോലെ കിരീടമൊക്കെ ശരിക്ക് ഓട്ടം പോയിട്ടുള്ള കാസറ്റുകളാണ്. ശോഭനയുടെ രണ്ടാമത്തെ സിനിമയാണ് കാണാൻ പറയിച്ചു. എറണാകുളത്തൊന്നും ഇതിന്റെ ഒരു CD എടുക്കാനില്ലെന്ന്, ഒരെണ്ണം പോലും ഇല്ലെന്ന്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പിന്നെ മമ്മൂട്ടി സിനിമ, ഈ മമ്മൂട്ടി സിനിമകളാണ് ഇത് മൊത്തം. ജയന്റെ പ്രത്യേകം ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ജയന്റെയൊക്കെ 5 ലക്ഷം പാട്ട്, പഴയ പാട്ടുകളെല്ലാം ഉണ്ട്. ഇത് അമൂല്യ നിധി എന്ന് പറയുന്ന മാതിരി സൂക്ഷിക്കുകയാണ്. 60 തിക്കുറിശി പിന്നെ സത്യമാഷ് ഉള്ള സമയങ്ങളിലേ ഉള്ളു. എനിക്കതില്ല, ഞാനിതൊരു ഇതിന് വേണ്ടി അത് കാണാൻ ദിവസം ഒരുപാട് പേര് വരെയൊക്കെ ചെയ്യുന്നുണ്ട്. പല മമ്മൂട്ടിയുടെ ആദ്യത്തെ സിനിമ അനുഭവങ്ങൾ പാലിച്ച്, അതേപോലെ നസീറിന്റെ ആദ്യകാല സിനിമകൾ, മോഹൻലാലിന്റെ ആദ്യകാല സിനിമകൾ, അതിന്റെ ഒക്കെ പഴയ CD-കളുള്ള ഒരു ചായക്കടയിലാണ് നമ്മളിപ്പോ ഉള്ളത്. അപ്പൊ നമ്മളിപ്പോ കാണാൻ പോകുന്നത് ഈ പൊന്നൂസ് ചായക്കട പ്ലസ് CD കടയുടെ ഉടമയായ താജുദ്ദീൻ ചേട്ടനെയാണ്. ചേട്ടാ 2 ചായ. ചേട്ടാ കച്ചവടമൊക്കെ എങ്ങനെയുണ്ട്? സൂപ്പറായിട്ട് പോകുന്നുണ്ടോ? ഇവിടെ ഒരുപാട് CD-കൾ ഉണ്ടല്ലോ. പിന്നെ പഴയകാല CD-കൾ ഒരുപാടുണ്ട്. ഏത് വർഷത്തെ തൊട്ടാ ഇവിടെ ഉള്ളത്? ഇത് 1960 മുതലുള്ളതുണ്ട്. ചേട്ടനൊരു സിനിമ ഭ്രാന്തനാണോ? ഭ്രാന്തൊന്നും ഇല്ല, സിനിമ. അപ്പൊ പറയും, എന്തൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ? എത്ര നാളായി ഈ കടയൊക്കെ തുടങ്ങിയിട്ട്? ഞാൻ ഈ കട തുടങ്ങിയിട്ട് ഒരു 10-24 വർഷമായി. ആദ്യം ഈ CD കടയായിരുന്നു, കുറച്ചപ്പുറം CD കടയായിരുന്നു. CD കട തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ഈ CD ഒക്കെ, എനിക്ക് നേരത്തെ ബസ്സിലെ കണ്ടക്ടറായിരുന്നു ഞാൻ. അപ്പോൾ ഞാനിതുപോലെ CD ഒക്കെ ശേഖരിക്കുമായിരുന്നു. CD ഒക്കെ വീട്ടിൽ ശേഖരിക്കും. CD ആദ്യം ആഡിയോ കാസറ്റ് ഒക്കെ ശരിക്കും ശേഖരിച്ച് വയ്ക്കുമായിരുന്നു. വീട്ടിൽ ശരി ഒരു ഷെൽഫ് ഉണ്ടാക്കി വയ്ക്കുമായിരുന്നു. പിന്നെ ഈ ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ഈ കട തുടങ്ങുന്നത്. അപ്പുറത്ത് കാസറ്റ് കട തുടങ്ങിയത്, അവിടെ അപ്പുറത്ത് ചായക്കടയും ഹോട്ടലായിട്ട് തുടങ്ങി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങോട്ട് മാറി. അപ്പോൾ അത് ചെറിയൊരു കടയായിരുന്നു. CD ഒക്കെ വയ്ക്കാനൊക്കെ കൊണ്ടൊരു അസൗകര്യം മുതലും ഉണ്ടായി. പിന്നെ ഇങ്ങനെ ഇവിടെ എടുത്തിട്ട് വിശാലമായിട്ട് CD ഒക്കെ വയ്ക്കുകയും ചെയ്യും. അപ്പോൾ ആദ്യമൊക്കെ വാടകയൊക്കെ കൊടുക്കുമായിരുന്നു. പിന്നെ ഈ CD-യുടെ പരിപാടി നിന്നപ്പോഴത്തേക്ക് പിന്നെ വാടകയൊന്നും ഞാൻ കൊടുക്കത്തില്ല, വിൽക്കത്തുമില്ലായിരുന്നു. പിന്നെ ഞാൻ വാങ്ങിച്ചിങ്ങനെ ശേഖരിച്ചു കൊടുക്കും. ഇതൊക്കെ എടുക്കാൻ ഒരുപാട് പേര് വന്നിട്ടുണ്ട്. ഞാൻ വിൽക്കത്തില്ലെന്ന് പറഞ്ഞിട്ട് വിൽക്കത്തില്ല, ഞാനിതൊരു ഇതിന് വേണ്ടി അത് കാണാൻ ദിവസം ഒരുപാട് പേര് വരെയൊക്കെ ചെയ്യുന്നുണ്ട്. പലയിടത്തുനിന്നും വരെ കാണാനെ കൊണ്ടൊക്കെ വരുന്നുണ്ട്. അപ്പൊ നമ്മള് ഒരു കാഴ്ച വസ്തു എന്ന രീതിയിൽ വെച്ചിരിക്കുകയാണ്. അത് കാണാൻ വേണ്ടി ആൾക്കാരൊക്കെ വരുന്നുണ്ട്. പിന്നെ അതുപോലെ ശരി, ഏത് വർഷത്തെ തൊട്ടുള്ള? 60 തിക്കുറിശി പിന്നെ സത്യമാഷ് ഉള്ള സമയങ്ങളിലേ ഉണ്ട്. കറുത്തരാത്തിൽ നിന്ന് സത്യം, പിന്നെ മധുസാറിന്റെ സിനിമയാണിത്. അതുപോലെ മധുസാറിന്റെ സിനിമ ഇത്. പിന്നെ അനുഭവങ്ങൾ പാളിച്ചകൾ നമ്മുടെ മമ്മൂക്കാന്റെ ആദ്യത്തെ സിനിമയാണിത്. അത് അനുഭവങ്ങൾ പാളിച്ചകൾ. അതുപോലെ പഴയ ആൾക്കാരെല്ലാം, സത്യന്റെ, പ്രേം നസീർ, മധു, ജയന്റെ പ്രത്യേകം ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ജയന്റെയൊക്കെ ജയന്റെ ഇത് തന്നെ, മൊത്തം ജയന്റെയാണ്. ജയൻ അഭിനയിച്ച ജയന്റെ സിനിമകളാണത്. ഇത് ഫുൾ ജയന്റെയാണ്. ഇത് ഇരുമ്പഴികൾ, മനുഷ്യമൃഗം, പല്ലവി, മൂർഖൻ, അവനോ അതോ അവളോ, മുതലോത്സവം, അസ്തമയം, 2 ലോകം, അറിയപ്പെടാത്ത രഹസ്യം, ഇതെല്ലാം ജയന്റെ സിനിമകളാണ്. ലേറ്റസ്റ്റ് ആയിട്ട് ഏറ്റവും അവസാനം പിന്നെ മമ്മൂട്ടിയുടെ അബ്രഹാമിന്റെ സന്തതികളാണ് ഇറങ്ങിയ സിനിമകൾ വരെ വാങ്ങിച്ചിട്ടുണ്ട്. അതൊക്കെ ഈ ഇതില് സെൽഫ് സ്ഥലമില്ലാത്തതുകൊണ്ട് ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുകയാണ്. അകത്ത് തന്നെ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കും. ഇതെല്ലാം MP3-കളാണ്, പാട്ടുകളാണ്. അതായത് 5 ലക്ഷം പാട്ട്, പഴയ പാട്ടുകളെല്ലാം ഉണ്ട്. അതെല്ലാം എന്റെ വീട്ടില് സെൽഫിലിരിക്കുകയാണ്. സെൽഫിലാണ്, ഇവിടെ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് സെൽഫിൽ ഞാൻ വെച്ചിരിക്കും. 5 ലക്ഷത്തിൽ പുറത്ത് വരും പാട്ടുകൾ, പഴയ പാട്ടുകൾ. പഴയതെന്ന് വെച്ചാൽ എല്ലാവരെയും മലയാളം, തമിഴ്, ഹിന്ദി, പിന്നെ ഭക്തിഗാനങ്ങൾ, എല്ലാ പാട്ടുകളും. പക്ഷെ ആരും വിൽക്കത്തൊന്നുമില്ല, ഞാൻ ഇങ്ങനെ ഒരു ഇതിൽ വെച്ചിരിക്കുകയാണ്. ഇപ്പൊ എല്ലാവരും പുതിയ പുതിയ പ്ലാറ്റ്ഫോംസ് ഒക്കെ സിനിമ കാണാനൊക്കെ ഉപയോഗിക്കുമ്പോ ചേട്ടൻ ഇത് ഇങ്ങനെ സൂക്ഷിച്ചു വെക്കാനുള്ള ഒരു ഇതുണ്ട്. എനിക്ക് ഇതിനകത്തുള്ള ഒരു താല്പര്യമുണ്ട്. ആദ്യം ഞാൻ ഇപ്പൊ ഏതാണ്ട് ഒരു 4 ചാക്ക് നിറച്ച ആഡിയോ കാസറ്റ് വീട്ടിലെ സെൽഫ് ഞാൻ കെട്ടിട്ടിരിക്കുകയാണ്. കളയാതെ
നേരത്തെ ആഡിയോ കാസറ്റ് റെക്കോർഡിംഗ് ഇതൊക്കെ ആയിരുന്നു. അപ്പൊ അതിന്റെ ഒരു ഇത് പോയപ്പോഴേ അത് വെക്കാനുള്ള സൗകര്യം ഇല്ല. അതാണ്ട് ഇത് ആടിയ താണ്ട അടിയിലൊക്കെ താണ്ട് ഈ അടിയിലിരിക്കുന്നുണ്ട്, അടിയിലിരിക്കുന്നുണ്ടല്ലേ ആടിയ. അതുമാതിരി ഈ സെൽഡിന്റെ ഒരു ഇത് വന്നതുകൊണ്ട് അങ്ങനെ ആടിയെടുത്ത് മാറ്റിയത്. വെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ടാണ് ആടിയൊക്കെ. അല്ലെങ്കിൽ ഇതുപോലെ പിന്നെ ഫുള്ള് 2 പിന്നെ റൂമുണ്ട്, വെക്കാനുള്ള ആഡിയോ കാസറ്റ് മാത്രം എനിക്ക് ഇതിനുള്ള ഈ ഗാനങ്ങളോടൊക്കെ വല്ല ഭയങ്കര കമ്പമായിരുന്നു, പ്രത്യേകിച്ച് സിനിമകളിലോടൊക്കെ. നേരത്തെയൊക്കെ ഈ കടയൊക്കെ തുടങ്ങുന്ന മുമ്പൊക്കെ സിനിമകളെ കാണാനൊക്കെ നേരത്തെ പോയിരുന്നു. ഇപ്പം ഈ കട തുടങ്ങിയുണ്ട്, ഈ ഫോട്ടോയിലൂടെ ആയതുകൊണ്ട് അതിനുള്ള സൗകര്യം സമയമില്ലാത്തതുകൊണ്ട് അങ്ങനെ പോകത്തില്ല. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പിന്നെ മമ്മൂട്ടി സിനിമ. ഈ മമ്മൂട്ടി സിനിമകളാണ് ഇത് മൊത്തം മമ്മൂട്ടി സിനിമകളാണ്. അത് ലാലേട്ടന്റെ മമ്മൂട്ടി ആരാധകനാണ്. ഇപ്പോഴേ ഈ സീഡികളില് ഇങ്ങനെ വർക്കാണ്. സെറ്റ് ഉണ്ട്, സീഡി സെറ്റ് ഉണ്ട് എനിക്ക്. അതുകൊണ്ട് പ്ലെയർ ഉണ്ട്, സീഡി പ്ലെയർ ഉണ്ട്. എല്ലാം വർക്കാണ്, കംപ്ലീറ്റ് വർക്കാണ്. ആരെങ്കിലുമൊക്കെ ചോദിച്ചു വന്ന ചേട്ടൻ ഇത് കൊടുക്കില്ല, വാടകയ്ക്കും കൊടുക്കില്ല, വിൽക്കത്തില്ല. വാടക കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ അത് കിട്ടത്തില്ല. അത് മാത്രമല്ല പോയി കഴിഞ്ഞാൽ സെറ്റ് ഇല്ലാതായിപ്പോ. പക്ഷെ അത് ഇതിൽ ഏതെങ്കിലും ഒന്ന് പോയാൽ പിന്നെ കിട്ടത്തില്ല, ഇനി കിട്ടത്തില്ല. അപ്പൊ ഞാൻ അങ്ങനെ ഒരു ഇതിനു വേണ്ടി ഒരു അമൂല്യ നിധി എന്ന് പറയുന്ന മാതിരി സൂക്ഷിക്കുകയാണ്. കുറച്ചു കാലം കൂടി സീഡി അങ്ങനെ കേടാവത്തില്ല, സീഡി ഇരുന്നോളൂ. മറ്റേ നമ്മളെ വീഡിയോ ഒക്കെ ആണെങ്കിലാണ് ഇല്ലാതായി പോകുന്നത്. സീഡി വലിയ വേറെ കുഴപ്പമൊന്നും ഇല്ല, അതുപോലെ ഇരുന്നു. നല്ല സീഡി, നല്ല ഡിസ്ക് ആണെങ്കിൽ അവിടെ ഇരുന്നോളൂ. ഒരുപാട് പേര് വരുന്നുണ്ടോ? ഇത് കാണാൻ പലയിടത്തുനിന്നും വരുന്നുണ്ട് ആൾക്കാർ, ഒരുപാട് പേര്. കഴിഞ്ഞിടയ്ക്കൊക്കെ എറണാകുളത്തു നിന്നൊക്കെ ആൾ വന്നായിരുന്നു. അപ്പൊ എറണാകുളത്ത് നിന്ന് വന്നപ്പോ ഞാൻ ഞെട്ടിപ്പോയി. എറണാകുളത്ത് വെച്ചാൽ എറണാകുളത്ത് കാര്യം ഇതിന്റെ എല്ലാം കമ്പനികൾ എറണാകുളത്തല്ലേ. അപ്പൊ എറണാകുളത്ത് നിന്ന് ഇവിടെ ഇത് കാണാൻ വരുന്ന എന്താന്ന് ചോദിച്ചപ്പോ ഞാൻ ഇതല്ലേ അവിടെ എന്റെ മാഷ എന്ന് ചോദിച്ചപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞ എന്റെ പൊന്നു ബായി, എറണാകുളത്തൊന്നും ഇതിന്റെ ഒരു സീഡി എടുക്കാനില്ലെന്ന്, ഒരെണ്ണം പോലും ഇല്ലെന്ന്. അതുകൊണ്ടാണ് ഇവിടെ വന്നത്. അപ്പൊ ഒരിക്കൽ അയാൾ ഇതിലേക്കൂടെ പോയപ്പോ കണ്ടായിരുന്നു ഈ ഒരു മാസത്തിലൊരിക്കൽ ഈ സാധനങ്ങൾ കടകൾ പർച്ചേസ് ചെയ്യാൻ വരുന്നത്. അങ്ങനെ വന്ന് കണ്ടിട്ട് പുള്ളി പോയിട്ട് വന്നിട്ട് പിന്നെ ഇതുപോലെ എന്നോട് ഞാൻ വീഡിയോ എടുത്തോട്ട് വന്നു, എടുത്തോളം പറഞ്ഞു. അങ്ങനെ പുള്ളി വീഡിയോ എടുക്കുക എല്ലാം ചെയ്തിട്ട് എന്നിട്ട് ഒരുപാടൊന്നും ആൾക്കാർ വരുന്നുണ്ട്. പക്ഷെ വരുന്നവരെല്ലാം ചോദിക്കും കുറച്ച് തരുവാന്ന്, എന്ത് വിലകളും തരാന്ന് പറയും. വിൽക്കത്തില്ല, നിങ്ങൾ വേണേ കണ്ടോ വീഡിയോ എടുത്ത് എന്തായാലും വിൽക്കത്തില്ലെന്ന് പറഞ്ഞിട്ട്. അല്ല, ഞാൻ തുടച്ചൊക്കെ തന്നെ ഉപയോഗിക്കും. പിന്നെ അത് കഴിഞ്ഞ് വീട്ടില് ആദ്യം ഒരുപാട് വീട്ടില് MP3 ഇഷ്ടം പോലെ ഇരിക്കുമോ വീട്ടില്. ഭയങ്കര ഇല്ല. ഞാൻ അമ്മ പറയുന്ന വൈഫായ എന്റെ മക്കളൊക്കെ എനിക്ക് വലിയ സപ്പോർട്ട്. എന്റെ വീട്ടില് ഭാര്യയുണ്ട്, എന്റെ മക്കളുണ്ട്. എന്റെ മോള് എറണാകുളത്താണ്. പിന്നെ മോന് ഇപ്പം +2 കഴിഞ്ഞിട്ട് നിൽക്കുന്നു. പിന്നെ അതിന് അത്തമുണ്ട്. അവർക്കൊക്കെ ഈ സിനിമ എല്ലാം കാണാൻ അവസരം കിട്ടിയിട്ടുണ്ട്. എല്ലാവർക്കും അത്തമുണ്ട്. എന്റെ 2 സഹോദരങ്ങളുണ്ട്. ആ സഹോദരന്റെ കുടുംബം എല്ലാം ഞങ്ങൾ അടുത്തടുത്ത്. എല്ലാവർക്കും വലിയ താല്പര്യമാണ്. ഇതിന്റെ ചേട്ടന്റെ ഒരു കമ്പോ ഇതാന്ന് പറയുന്ന സഹോദരങ്ങൾ പറയും. ചേട്ടൻ ഇപ്പോഴും നിധി പോലെ സൂക്ഷിച്ചേക്കാണ്. ഇതൊന്നും ഇപ്പൊ കിട്ടാൻ പോലും ഇല്ലാത്ത സാധനമാണ്. അപ്പം ഇപ്പൊ വരുന്ന ഒരു തലമുറയ്ക്ക് ആർക്കെങ്കിലും കാണണമെന്നൊക്കെ ഒന്ന് തോന്നിയാ ചോദിച്ചാലും സ്കൂളില് എന്തെങ്കിലും പിന്നെ പഴയ 1-2 സിനിമകള് അവിടെ പഠിപ്പിക്കാൻ വേണ്ടിയാണ്. ഒരു കൂട്ടുകുടുംബം എന്ന് പറയുന്ന സിനിമ ഉണ്ട്, സത്യമാഷിന്റെ. അത് സ്കൂളിൽ നിന്ന് വന്ന് ചോദിച്ചായിരുന്നു നേരത്തെ. കഴിഞ്ഞ 2 വർഷം മുമ്പ് വന്ന് ചോദിച്ചു. ഞങ്ങൾ പിള്ളേരൊക്കെ 2 ഇതിനാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കൊടുത്തു വിട്ടായിരുന്നു. കൂട്ടുകുടുംബം കൂടി ഇരിപ്പുണ്ട് സത്യമാഷിന്റെ. കൂട്ടുകുടുംബമല്ല, ഓടയിൽ നിന്ന് ആണ് ഈ സിനിമ. ഓടയിൽ നിന്ന് പ്രേംനസീറിന്റെയും സത്യമാഷിന്റെയും സിനിമകളാണ്. സ്കൂള് പോലെയുള്ള പർപ്പസിനൊക്കെ കൊടുക്കും. നമ്മൾ അറിയാവുന്നവരെ വന്ന് ചോദിക്കുമ്പോൾ അതിന് തിരിച്ചവർ കൊണ്ടുവരുമ്പോൾ കൊടുക്കും. അതിനു വേണ്ടി അല്ലാതെ കൊടുക്കില്ല. പിന്നെ അത് നല്ല സ്കൂളിലെ അതൊക്കെ നല്ല സിനിമകളാണ്. നല്ല സിനിമകൾ സ്കൂളിലെ ഇപ്പൊ വരുന്ന തലമുറകളൊക്കെ കണ്ടുപഠിക്കേണ്ട. പക്ഷെ ഇപ്പൊ വരുന്ന പിള്ളേർക്ക് പോലും ജയൻ ഏതാ, നസീർ സാർ ഏതാണെന്ന് അറിയത്തില്ല. ഇനി കുറെ നാളെ കഴിയുമ്പോൾ ഇനി വരുന്ന പിള്ളേരൊക്കെ നമ്മളെ ഒരു 10 വർഷം കൂടെ കഴിയുമ്പോൾ ഇനി വരുന്ന പിള്ളേർ മമ്മൂട്ടി ഏതാ അല്ലെങ്കിൽ മോഹൻലാൽ ഏതാന്ന് ചോദിച്ചാലും അറിയത്തില്ല. അപ്പൊ അപ്പോഴും നമ്മൾ ഇങ്ങനെ ഇതുപോലെ സൂക്ഷിച്ചു വെച്ചുകൊണ്ടിരിക്കും. നമ്മള് ജീവനോടുണ്ടെങ്കിൽ അപ്പോഴും ചേട്ടന് കാണും ഇതെല്ലാം. നമ്മൾ ഇതുപോലെ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചോണ്ടിരിക്കും. അപ്പൊ ഇപ്പൊ ചായ കുടിക്കാനൊക്കെ ഒരുപാട് പേര് വരുമ്പോ അവരൊക്കെ കാണും. ഇവിടെ നമ്മുടെ ഗ്രാമപ്രദേശമാണ്. പിന്നെ പുറത്തുനിന്ന് ആൾക്കാർ കാണാൻ വേണ്ടി വരുന്നവരുണ്ട്. പിന്നെ എല്ലാവർക്കും അറിയാം. പിന്നെ എന്റെ നാട്ടുകാർക്ക് മൊത്തം അറിയാം ഇങ്ങനെ സംഭവം ഇവിടെ ഉണ്ടെന്നും. എന്റെ നാട്ടുകാരെ എന്റെ കൂട്ടുകാർക്ക് അതുപോലെ നമ്മൾ അറിയാവുന്നവർക്ക് എല്ലാവരും
നമ്മൾ ജനിച്ചു തുടങ്ങുന്ന നാടായതുകൊണ്ട് നമ്മളെല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് എല്ലാവർക്കും അറിയാവുന്ന പൊന്നൂസ് എന്നാണ് പേര് കടയുടെ പേര്. പൊന്നൂസിൽ ഉണ്ടെന്ന് അറിയാം. ചേട്ടൻ ഇതിങ്ങനെ അനക്കാതെ വെച്ചിരിക്കുകയാണ് തൂത്ത് തുടച്ച്. ആ പിന്നെ സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഒരു നിധിയാണ്. ഇതൊക്കെ പോയി കഴിഞ്ഞാലേ കിട്ടൂല. അത് മലയാളം മാത്രല്ല വേറെ തമിഴ് ഇതിന്റെ എല്ലാം ഇടയ്ക്കുണ്ട്. തമിഴ് ഹിന്ദിയൊക്കെ ഉണ്ട് ഇടയ്ക്ക്. പിന്നെ ഏറ്റവും കൂടുതൽ മലയാളമാണെന്നേ ഉണ്ട്. ഏറ്റവും കൂടുതൽ മലയാളമാണ്. മലയാളം എവർഗ്രീൻ സിനിമാസിന്റെ ഒരു ഇതാണ്ട്. പിന്നെ ഇത് പഴയ സെൽഫിന്റെ മോഹൻലാൽ, അത് ഇത് സെൽഫ് തിരിയുണ്ട്. അപ്പൊ ചായക്കട വരുന്നവർക്ക് ഇതൊക്കെ ഒന്ന് കണ്ടു പോകുക എന്ന് പറയുന്നത് ഭയങ്കര വലിയൊരു കാര്യമാണ്. ചിലപ്പോ ഇവിടെ വരുമ്പോഴായിരിക്കും ഇങ്ങനെയൊക്കെ ഉള്ള സിനിമ ഉണ്ടെന്ന് പുതിയ പിള്ളേരൊക്കെ അറിയുന്നത്. അപ്പൊ അവരത് പോയി സെർച്ച് ചെയ്യും, കാണും. ഇങ്ങനെ കാണുമ്പോ തന്നെ കാലത്തെ ഓർമ്മകളൊക്കെ അവർക്ക് വരും. അപ്പം ഈ സീഡികളൊക്കെ എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഇത് തന്നെ മലയാള സിനിമകളുടെ നിധിയും തന്നെ പറയാം. അങ്ങനെയുള്ള ഒരു സംഭവമാണിത്. ഇവിടെ വരുന്നവർക്കൊക്കെ നൊസ്റ്റാൾജി അടിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. ഭാവിയിൽ ഈ CD എന്ത് ചെയ്യാനാ ചേട്ടൻ ആഗ്രഹിക്കുന്നത്? മക്കളുടെ ഒരു കാലം വരുമ്പോ ഈ CD എന്ത് ചെയ്യും? CD നമുക്ക് ഇതിനോട് താല്പര്യം കൊണ്ടല്ലേ വെക്കുന്നത്. ഇത് ഇതിനകത്ത് ഒരു കമ്പമാണ്. ഞാൻ പറഞ്ഞേ, ഞാന് ഈ കട തുറക്കുന്നതിന് മുമ്പ് ഈ CD-കൾ വാങ്ങിച്ച് ശേഖരിക്കായിരുന്നു. എന്റെ വീട്ടില് എന്റെ മുറിയിൽ ഇതുപോലെ ഞാൻ പോകുമ്പോഴെല്ലാം വരുന്നതെല്ലാം കുറെ വാങ്ങിക്കൊണ്ട് ശരി. ആഡിയോ കാസറ്റ് ആയിരുന്നു. ആഡിയോ കാസറ്റ് ശേഖരിച്ച് പിന്നെ VCR ഇറങ്ങി, വീഡിയോ കാസറ്റ് ഇറങ്ങി. അത് പിന്നെ ഞാൻ ഒരുപാട് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. നമ്മള് ഈ കട ഞാൻ തുറന്ന സമയം വീഡിയോ കാസറ്റ് ആയിരുന്നു. അതിൽ കുറച്ച് വാങ്ങിച്ചു വെച്ച സമയത്ത് അപ്പൊ ഏറ്റവും അന്നൊക്കെ എന്ന് വെച്ചാൽ ഫേമസ് ആഡിയോ കാസറ്റ് റെക്കോർഡിങ്ങിനൊക്കെ ആയിരുന്നു. പിന്നെ വീഡിയോ ഇരിക്കില്ല, CD ആകുമ്പോ ഇരുന്നോളൂ. നല്ല ഡിസ്കാണെങ്കിൽ ഇരുന്നോളൂ, ഒരു കുഴപ്പമില്ല. അപ്പൊ അങ്ങനെയൊക്കെ നല്ല, അതുകൊണ്ട് ഇതിനോടുള്ള ഒരു പ്രത്യേക എന്താ പറയുക, ശാന്തം പറയാനല്ലേ, ഇതിനോടൊരു കമ്പം അവളുകൊണ്ട് ഇത് വാങ്ങിച്ചിരിക്കുന്നു. അപ്പൊ ഞാനിതുപോലെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറയും ഈ CD ഒക്കെ കാരണം ഞാൻ എന്തെങ്കിലും CD ഒക്കെ വാങ്ങിച്ചു വീട്ടിൽ എന്റെ മുറിയായിട്ട് മക്കളെടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതിന് ഈ CD ഒന്നും ആർക്കും കൊടുക്കരുതെന്ന് പറഞ്ഞു. CD ഒന്നും കൊടുത്തിട്ട് അത് അമൂല്യ നിധിയായിട്ട് തന്നെ സൂക്ഷിക്കുന്നു മോനോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിനൊക്കെ ചിരിക്കും, പിള്ളേരൊക്കെ ചിരിക്കും ഇതൊക്കെ. ഇത് മമ്മൂട്ടി ഇത് കാണാൻ പറയത്ത് ശോഭനയുടെ രണ്ടാമത്തെ സിനിമയിൽ കാണാൻ പറയത്ത്. അന്നും 16 മമ്മൂട്ടി, ഇന്നും 16 അല്ലേ. ഇവിടെ ഏറ്റവും നമ്മൾ വാടക കൊടുക്കുന്ന സമയത്ത് ഏറ്റവും കൂടിയിട്ടുള്ള ന്യൂഡൽഹിയാണ്. ന്യൂഡൽഹി ഒരുപാട് വിറ്റും പോയിട്ടുണ്ട്. മമ്മൂട്ടി ചിത്രം വിറ്റും പോയിട്ട്. അതുപോലെ മോഹൻലാലിന്റെ പിന്നെ ദൃശ്യം, പിന്നെ അതുപോലെ കിരീടമൊക്കെ ശരിക്ക് ഓട്ടം പോയിട്ടുള്ള കാസറ്റുകളാണ്. അതിന്റെ കിരീടമുണ്ട്. പിന്നെ മറ്റേ രണ്ടാമത് പിന്നെ ഒരുപാട് ഓട്ടം പോയതല്ലേ ഇതെല്ലാം. പിന്നെ കന്മതം എല്ലാം, എല്ലാ CD-കളുണ്ട്. കന്മതം നമ്മള് പിന്നെ ഈ അബ്രാമിന്റെ സന്തതികള് വരെയാണ് എടുത്തത്. ചേട്ടന് ഒരാൾക്ക് അവസാനം കൊടുക്കുന്ന CD പിന്നെ ഈ CD കൊടുത്തിട്ടില്ല. പിന്നെ ആൾക്കാർ വന്നിട്ടുണ്ട് വാങ്ങിക്കാനെ കൊണ്ട് ഞാൻ പിന്നെ CD കൊടുത്തിട്ടില്ല. കാര്യം അപ്പോഴത്തേക്ക് CD എല്ലായിടത്തായിരുന്നു നിന്ന്. അപ്പൊ എനിക്കറിയാം പിന്നെ നമ്മുടെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ കിട്ടത്തില്ല പറയും. അതുകൊണ്ട് ഞാൻ പിന്നെ CD കൊടുത്തിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറെയൊക്കെ ഇങ്ങനെ വച്ചിരിക്കണം. ഇതൊക്കെ നമ്മുടെ MGR-ന്റെ വീരവണ്ടി ഘട്ടമുണ്ട്. എത്ര വർഷം സിനിമകളാണ് വീരവണ്ടി ഘട്ടമുണ്ട്. ഇനിയിപ്പം കോടികള് തരാന്ന് പറഞ്ഞാലും ചേട്ടൻ കൊടുക്കൂല. നമ്മൾ 90s കിഡ്സിനും കുറച്ച് 2K കിഡ്സിനും ഒക്കെ ഈ CD-യുടെ കാര്യങ്ങളൊക്കെ അറിയായിരിക്കും. പക്ഷെ ഇപ്പോഴത്തെ പുതിയ തലമുറയ്ക്ക് CD-യെ കുറിച്ച് എത്രത്തോളം അറിയാമെന്നോ CD ഇട്ട് അവർ സിനിമ കണ്ടിട്ടുണ്ടോ എന്നൊന്നും നമുക്കറിയില്ല. അപ്പം സിനിമയെ ഇഷ്ടപ്പെടുന്നവരും പഴയ കാലത്തെ ആ CD കൊണ്ടുള്ള CD ഇട്ട് എങ്ങനെയാണ് സിനിമ കാണുന്നത് എന്നൊക്കെ അറിയാൻ ആഗ്രഹമുള്ളവരും ഒക്കെ ഈ ചായക്കടയിലേക്ക് പോകുന്നത് കേട്ടോ. ഈ ചായക്കടയിലുള്ളത് ഒരുപാട് സിനിമകളുടെ CD-കളാണ്, പഴയ കാല സിനിമകളുടെ CD-കൾ.